ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം വിഷുക്കട്ട. എങ്ങനെ വിഷുക്കട്ട ഈസിയായി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വിഷുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ ഉണക്കല്ലരി, അതായത് നമ്മൾ പായസം റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 2 ഗ്ലാസ് അരിയാണ് വെച്ചിട്ടുള്ളത്. ഇത് 8 ഗ്ലാസ് രണ്ടാം പാല്, 1.5 ഗ്ലാസ് ഒന്നാം പാല്. ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് ഏകദേശം 4 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരി എടുക്കുന്നത് അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് വെള്ളം എടുക്കാം. ഇവിടെ ഇപ്പം വെള്ളത്തിന് പകരം നമ്മൾ രണ്ടാം പാൽ എടുത്തു. അപ്പോൾ ഇത് 8 ഗ്ലാസ് രണ്ടാം പാലും 1.5 ഗ്ലാസ് ഒന്നാം പാലും. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുന്നേ ഞാൻ ഈ അരി ഒന്ന് കഴുകി ഒരു 10 മിനിറ്റ് കുതിർത്ത വെച്ചതിന് ശേഷം നമുക്ക് വേവിക്കാൻ തുടങ്ങാം. ഞാൻ രണ്ടാം പാല് ഈ ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ രണ്ടാം പാല് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇടയ്ക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒന്ന് പിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലെല്ലാം വെച്ചിട്ട് നമുക്കിനി ഇത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തേങ്ങാപ്പാൽ കുറേശ്ശെ തിളയ്ക്കുന്ന പരുവത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ, നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അരി ഇടാൻ പറ്റുള്ളൂ. ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ വിഷുവിൻ്റെ 2 ദിവസം മുന്നൊക്കെ വിഷുക്കട്ട ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ 2 ദിവസം മുന്നേ വിഷുക്കട്ട ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ വറുത്തരച്ച ചിക്കൻ കറിയും അതുപോലെ അല്ലെങ്കിൽ മട്ടൻ കറിയാണ്. അതൊരു സൂപ്പർ കിഡു കോമ്പിനേഷനാണ് കേട്ടോ. പക്ഷേ വിഷുവിൻ്റെ അന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നോൺ ഉണ്ടാക്കാറില്ലല്ലോ അന്ന്. അപ്പോൾ പിന്നെ വെജാണ്, അതായത് ശർക്കരപ്പാനി അല്ലെങ്കിൽ മാങ്ങാക്കറി അതല്ലെങ്കിൽ പുളിയിഞ്ചി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള കോമ്പിനേഷൻ അത് കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ വിഷുക്കട്ട. പക്ഷെ കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെ വിഷുവൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വിഷുവിന് മുന്നേ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് കഴുകി 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം സ്ട്രെയിൻ ചെയ്തെടുത്ത അരിയാണ്. നേരത്തെ കാണിച്ചില്ല ഉണക്കലരി, അതാണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമ്മളിത് ഇളക്കുകയാണ് നന്നായിട്ട്. ഇത് ഒന്ന് ഇളക്കി ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നല്ലതായിട്ട് വെള്ളമൊക്കെ ഉണ്ടല്ലോ. ഈ സമയത്ത് നമ്മൾ അങ്ങനെ എപ്പോഴും ഇളക്കുകയൊന്നും വേണ്ട. ആ വെള്ളം വറ്റി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പക്ഷേ ഈ സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം ലെവലിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് വെള്ളം വറ്റി അരി വേവാതെ വരും. അരി ഒരു പകുതി മുക്കാൽ വേവാവുന്ന സമയത്തേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അരി വെന്ത് കിട്ടില്ല. അതുപോലെ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഇതിനകത്ത് ഇനി ചുക്കുപൊടിയും ജീരകവും ചേർക്കുന്നുണ്ട്. ജീരകം ഒരിക്കലും ഈ സമയത്ത് ഇട്ട് കൊടുക്കരുത്. കാരണം ജീരകം ഇട്ട് കൊടുത്താൽ അതിൻ്റെ കളറ് ഇതിലേക്ക് പിടിച്ച് വല്ലാത്തൊരു കളറും ആവും, ടേസ്റ്റും വ്യത്യാസം വരും, ജീരകത്തിന് ഭയങ്കര കുത്ത് വരും. അത് കാരണം ലാസ്റ്റ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്ന സമയത്താണ് ജീരകം അതുപോലെ ചുക്കുപൊടി എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. വേറെ അങ്ങനെ മിസ്റ്റേക്സ് വരാനുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. നാളികേരപ്പാലൊക്കെ ഒന്ന് വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ. ഈ സമയത്ത് നമ്മളിനി കൈ എടുക്കാതെ തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. അപ്പോൾ തീ ഒന്ന് ഇത്തിരി കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം അരി ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, കൂടിപ്പോരുത്. എസ്പെഷ്യലി ഈ വിഷുക്കട്ടയിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ തീരെ കൊള്ളില്ല. ഇത്തിരി ഉപ്പ് കുറഞ്ഞ് നിൽക്കുന്നതാണ് എപ്പോഴും അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും അടുക്കി പിടിക്കാതെ നോക്കണം. തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. വിഷുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഒട്ടും അരി ഇങ്ങനെ കുഴഞ്ഞു പോകരുത്. നമുക്ക് ആ ഒരു കടിക്കുന്ന പാകം ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ പാകം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് കുഴഞ്ഞു പോവില്ല. ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒന്നാം പാൽ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ എടുത്തു വെച്ച ഒന്നാം പാലാണിത്. അതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം. ഈ ജീരകം ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ഒരിക്കലും ഇത് ചതച്ചിട്ടോ അല്ലെങ്കിൽ അതൊന്ന് ഇടികല്ലിൽ ചതച്ചിട്ടോ ഒന്നും, അല്ലെങ്കിൽ ജീരക പൊടിയോ ഒന്നും ഇതിൽ ചേർക്കാൻ പാടില്ല. കാരണം അതിൻ്റെ കളറും മാറും, ടേസ്റ്റും ഡിഫറെൻ്റ് ആവും. അപ്പോൾ ഇതൊന്ന് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഈ പാൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ വിഷുക്കട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ
ചുക്കുപൊടിയും ജീരകവും കൂടി മിക്സ് ചെയ്ത ഒന്നാം പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് കറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ചുക്കുപൊടിയും ജീരകം അവിടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കില്ല, ഇതെല്ലായിടത്തേക്കും ഒരേപോലെ മിക്സായിട്ട് കിട്ടും. ഇനി നമുക്ക് ഒന്ന് ഇത്തിരി തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഇളക്കാം. ഇവിടെ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് പാത്രത്തിൽ ഇത് പരത്തിയതിന് ശേഷം ഒരു 1 or 2 hours കഴിഞ്ഞിട്ട് അത് കമഴ്ത്തിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെ അതുപോലെ ഒരു കാര്യം, ചിലരിത് പച്ചരി വെച്ചുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 3-3.5 ഗ്ലാസ്സൊക്കെ വെള്ളം മതിയാകുമായിരിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ എത്ര ആവശ്യം ഉണ്ടാവുമെന്ന്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം, ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകരുത്, അപ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. ഇതിപ്പോൾ ഉണക്കലരി ആയ കാരണമാണ് ഞാൻ 4 ഗ്ലാസ് വെള്ളം എടുത്തത്. അപ്പം ഞാനിനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റട്ടെ. പിന്നെ ആ പാത്രത്തിൽ നമ്മളെപ്പോഴും വെളിച്ചെണ്ണ തടവുന്നതാണ് നല്ലത്. നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ പരട്ടുന്നതിനേക്കാളും നല്ലത് വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പാത്രം ഗ്രീസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്കിപ്പോൾ മാറ്റാം. ഉരുളിയിൽ നിന്ന് മാറ്റി ഇവിടെ ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന പാത്രമാണ്. അത് ആ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിലാക്കുമ്പോൾ നമുക്ക് സാധാരണ സ്റ്റീൽ പാത്രത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് സെറ്റായി വരാൻ, അല്ലെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവുക. അപ്പോൾ ഞാൻ ഒരു 1 hour കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മറച്ചിട്ടിട്ട് ഞാൻ കാണിക്കേ. വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.